എൻ്റെ പൊന്നു മക്കളെ, ഒരു അസാധ്യമായൊരു ടേസ്റ്റുള്ള ഒരു സാധനം കേട്ടോ. പിടി എന്നാണ് ഇതിന് വയനാട്ടിൽ പേര് പറയുക. ഈ ബാക്കിയുള്ള നാട്ടിൽ എന്താ പേര് പറയുന്ന ഒരു പിടിയില്ല കേട്ടോ. നമ്മൾ വെള്ളവും അതിൻ്റെ അകത്തോട്ട് ചെറിയുള്ളി വെളുത്തുള്ളി എല്ലാം ഇട്ട് തിളപ്പിച്ച ചൂടുള്ള വെള്ളം കൊണ്ട് അരിപ്പൊടി കുഴച്ചിങ്ങനെ ചെറിയ ചെറിയ ഉണ്ടയാക്കി എടുക്കുക. അതിൻ്റെ അകത്തോട്ട് തേങ്ങാപ്പാൽ, ആ വെള്ളവും പിന്നെ തേങ്ങയുടെ രണ്ടാം പാലും ചേർത്ത് അങ്ങനെ കുറുക്കിയെടുക്കണം കേട്ടോ. അപ്പം ഇത് ഞാൻ ആദ്യമായിട്ടാണ് കഴിക്കുന്നത്. അപ്പോൾ അതിൻ്റെ ടേസ്റ്റ് എന്താണെന്നോ അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും എനിക്കറിയത്തില്ലായിരുന്നു. അപ്പോൾ അതിൻ്റെ കൂടെ ഒരു കറിയും കൂടി ഉണ്ടായിരുന്നെങ്കിൽ സൂപ്പറായിരിക്കും. അപ്പോൾ എന്ത് ചെയ്തു, ചിക്കൻ കറി തന്നെ ആയിക്കോട്ടെ എന്ന് വെച്ചു. അപ്പോൾ അത് അരിപ്പൊടിയും കൊണ്ട് ഉണ്ടാക്കുന്ന ഒരു ചെറിയ തിളപ്പിച്ച് വറ്റിച്ചെടുക്കുന്ന ഒരു കുറുക്കിയെടുക്കുന്ന ഒരു സാധനം ആയതുകൊണ്ട് തന്നെ ചിക്കൻ കറി ആയിക്കഴിഞ്ഞാൽ അതിൻ്റെ കൂടെ നല്ല ടേസ്റ്റ് ആയിരിക്കും എന്നുള്ളൊരു തോന്നൽ തോന്നി. അതുകൊണ്ട് കുറച്ച് ചിക്കനും വാങ്ങിച്ചായിരുന്നു. ചിക്കനും നല്ല കറിവേപ്പിലയും ഉള്ളിയും അതൊക്കെ ഇട്ട് വഴറ്റിയെടുത്ത് നല്ല അടിപൊളി ചിക്കൻ കറിയും ആക്കി. അപ്പം എന്ത് ചെയ്തു, അതിൻ്റെ കൂടെ ആ ചിക്കൻ കറിയും ഈ പിടിയുടെ കൂടെ ഒഴിച്ച് ടേസ്റ്റ് ചെയ്യാമെന്ന് വെച്ചു. അത് കാണുമ്പോൾ തന്നെ കണ്ടില്ല, നല്ല അതിൻ്റെ ഒരു ഗ്രേവിയും ഈ ചിക്കൻ കറീൻ്റെ ഒരു ആ കൊഴുപ്പും എല്ലാം കൂടി ആകുമ്പോൾ ഭയങ്കര ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാമെന്ന് വെച്ചോട്ടോ. എൻ്റെ കൂടെ നമുക്ക് ആ കൈ കിട്ടില്ല കേട്ടോ, നല്ല രസമാണത്. ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാമെന്ന് വെച്ചു. നമ്മൾ ഈ ചെറിയ കുട്ടികളെ അല്ലെങ്കിൽ വീട്ടിലൊക്കെ ഉണ്ടെങ്കിൽ അവർക്ക് രാവിലെയും വൈകുന്നേരമൊക്കെ ഉണ്ടാക്കി കൊടുക്കാൻ പറ്റിയ സാധനം കേട്ടോ. അസാധ്യ ടേസ്റ്റാണ്. ഞാൻ ആദ്യമായിട്ടാണ് കഴിക്കുന്നത്. ഒന്നും പറയാനില്ലായിരുന്നു. ആ ചിക്കൻ്റെ ഗ്രേവി എല്ലാം കൂടെ കൂട്ടിക്കുഴച്ച് ആഹാ എന്താ ടേസ്റ്റ് എന്നറിയോ.